വിദ്യാർത്ഥികൾ മതപരമായി മാത്രമല്ല എല്ലാ ടെക്നിക്കൽ വിദ്യാഭ്യാസവും ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസങ്ങളും അവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സമസ്ത കേരള സുന്നി യുവജന സംഘവും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ മർക്കസിലേക്ക് നോക്കിയാലും അവിടുന്ന് അങ്ങോട്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് നോക്കിയാലും എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഉന്നതരാക്കി തീർക്കാൻ നാം അങ്ങേയറ്റം ഉത്സാഹിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മുടെ ഒരുപാട് കുട്ടികൾ ഡൽഹിയിലെ നമ്മുടെ കേന്ദ്രത്തിൽ നമുക്ക് ഡൽഹിയിൽ നല്ല 1-ാം നമ്പർ ഓഫീസ് അല്ലാഹു തആല തന്നിട്ടുണ്ട്. ആ ഓഫീസിൽ വലിയ കെട്ടിടമുണ്ടാക്കി അവിടെ ഇന്ന് സിവിൽ സർവീസിന്റെ കോച്ചിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ കലക്ടർമാരും അതുപോലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുമാകാൻ പ്രാപ്തരായ IPSകാരെ, അതുപോലെ മറ്റ് വിദ്യാഭ്യാസത്തിന് ഉന്നതരായ സ്ഥാനം വഹിക്കാനുള്ള വിദ്യാഭ്യാസം അത് നൽകുന്ന അതിന്റെ കോച്ചിംഗ് നാം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഭൗതികമായി മനുഷ്യൻ വളരാൻ എന്തെല്ലാം ആവശ്യമുള്ളത് അനുവദനീയമായതുണ്ടോ അത് മുഴുവനും നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ വെറും ഭൗതികമായി മാത്രം വളരുകയും ഭൗതികമായി പുരോഗമിക്കുകയും ചെയ്താൽ മനുഷ്യനായി തീരുകയില്ല. കാരണം മനുഷ്യന്റെ ശരീരം ആത്മാവും ജഡവും കൂടി ചേർന്നതാണ്. ജഡത്തിന് ഭക്ഷണവും വെള്ളവും വെളിച്ചവും മരുന്നുമൊക്കെ ആവശ്യമുള്ളതുപോലെ അതിനേക്കാളും ഉപരിയായി മനുഷ്യന്റെ ആത്മാവിന് ഭക്ഷണം വേണം, ആത്മാവിന് വെള്ളം വേണം, ആത്മാവിന് വെളിച്ചം വേണം, ആത്മാവിന് മരുന്ന് വേണം. നമ്മുടെ ആത്മാവിനെ മരുന്ന് കൊടുത്ത് രോഗം വരാതെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയങ്ങൾ, ആ ഹൃദയം ആത്മാവിന്റെ ഇരിപ്പിടമാണ്. ആ ഇരിപ്പിടമാകുന്ന ഹൃദയം, അതിൽ യാതൊരുവിധ കലർപ്പും വരാതെ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ അറിയാൻ അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മുടെ ഖൽബ് ശുദ്ധിയാവണം. ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. മനുഷ്യന്റെ ശരീരത്തിലൊരു ഭാഗമുണ്ട്, ഒരു ചെറിയ ഭാഗമുണ്ട്. ആ ഭാഗം നന്നായാൽ ശരീരം മുഴുക്കെ നന്നാവുകയും അത് ചീത്തയായാൽ ശരീരം മുഴുക്കെ ചീത്തയാവുകയും ചെയ്യും. അത് മനുഷ്യന്റെ ഹൃദയമാണ്, മനുഷ്യന്റെ കൽബാണ്. ആ കൽബ് ശുദ്ധിയാവണം. കൽബ് ഇല്ലാത്തവനായിക്കൂടാ. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ പ്രധാനമന്ത്രിയായി രാജ്യം ഭരിച്ച ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള സീറ്റ് പോലും ആരും അദ്ദേഹത്തിന് കൊടുക്കുകയില്ല. ഒരിക്കൽ പ്രധാനമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റായിരുന്നു, വലിയ വലിയ സ്ഥാനം വഹിച്ച ആളാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം മാനസിക രോഗിയാണ്. എങ്കിൽ വെറും ചെറിയ പഞ്ചായത്ത് മെമ്പറാകാൻ പോലും ഒരിക്കലും ആരും സീറ്റ് കൊടുക്കില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിന് കേടില്ല, ഭംഗിക്ക് കുറവില്ല, ആരോഗ്യത്തിന് കുറവില്ല, ഒന്നിനും കുറവില്ല. പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അതാണ് പരിശുദ്ധ ഇസ്ലാം കള്ളുകുടി നിർമ്മാർജ്ജനം, മദ്യപാനം വളരെ ശക്തമായി അത് നിരോധിക്കുകയും കള്ളുകുടി നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത്. മദ്യപാനത്തിലൂടെ മനുഷ്യന്റെ ബുദ്ധിയില്ലാതെയായി പോകുന്നു.
മനുഷ്യൻ മനുഷ്യനല്ലാതെയാകുന്നു. അങ്ങനെ ഹൃദയം ശുദ്ധിയാവണം. ആ ഹൃദയത്തിലുണ്ടാകുന്ന അസൂയ, മറ്റുള്ളവർ നന്നാകുന്നതിനുള്ള അസൂയ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഒരു സാധാരണ വഅദ് എന്ന നിലക്ക് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ഇന്ന് മനുഷ്യൻ അസൂയയുടെ അങ്ങേയറ്റത്തെ വലിയ മൂർത്തന്യ ദശയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നത്. കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തവർ, ഒരു LP മദ്രസ പോലും ഉണ്ടാക്കാത്ത മനുഷ്യന്മാർ, ജാമിയ സയ്യിദിയ കാണുമ്പോ വലിയ അസൂയ, മർക്കത്ത് കാണുമ്പോൾ വലിയ അസൂയ. 22,000 കുട്ടികൾ മർക്കത്തിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം 100 ഏക്കർ സ്ഥലം വാങ്ങി ഒരു പുതിയ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്, നോളജ് സിറ്റി. ഇതിൽ കാണുമ്പോൾ ഒരു LP മദ്രസ പോലും ഇവിടെ ഉണ്ടാക്കുകയോ നടത്തുകയോ ചെയ്യാത്ത മനുഷ്യർക്ക് വല്ലാത്ത അസൂയ. എന്താണ് ഈ അസൂയക്ക് കാരണം? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ലയോ മനുഷ്യരെ, 40 കൊല്ലം ഞാൻ നിങ്ങളുടെ ഇടയിൽ താമസിച്ചിട്ടുണ്ട്. 40 കൊല്ലത്തിനിടയിൽ ഒരു കളവ് പോലും പറഞ്ഞതായി നിങ്ങൾ എന്നെ ആരോപിച്ചിട്ടില്ല, എന്നെ നിങ്ങൾ എത്തിച്ചിട്ടില്ല. ഒരു ചെറിയ തെറ്റ് പോലും ചെയ്തതായി നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെ വഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി, ഇതിന്റെ മുമ്പ് 40 കൊല്ലം ഞാൻ നിങ്ങളിടയിൽ താമസിച്ചു, എന്നിട്ട് നിങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്നെ ആക്ഷേപിച്ചിട്ടില്ലല്ലോ. ഞാൻ കളവ് പറഞ്ഞതായി നിങ്ങൾക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ മാത്രം ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് അഖിൽ ഇല്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് അതാ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 40 കൊല്ലം വരെ അവർക്ക് വിരോധമുണ്ടായിരുന്നില്ല. ഈ പരിശുദ്ധമായ ദീനിന്റെ തൗഹീദ് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ്, അതിവിടെ പഠിപ്പിച്ചപ്പോഴാണ് അസൂയയുണ്ടായത്. അതുപോലെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിരളി പിടിച്ച ആളുകൾക്ക് നാം ചെയ്യുന്നത് കാണുമ്പോൾ എതിർപ്പ് വരികയാണ്. അത് സ്വാഭാവികമാണ്, നമുക്കതിലൊന്നും അത്ഭുതപ്പെടാനില്ല. അല്ലാഹു അവരുടെ സർവ ശർറുകളെയും തട്ടി ദൂരത്താക്കി തരുമാറാകട്ടെ. ദീനിന്റെ ശത്രുക്കളുടെ എല്ലാ ചിറകുകളും അല്ലാഹു തആല ഒടിച്ചു കളയട്ടെ. അല്ലാഹു തആല അവരുടെ ശർറിൽ നിന്ന് നമ്മളെയും നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ ദീനിനെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മനുഷ്യന്റെ ഹൃദയം അത് ശുദ്ധിയാവണം, ആത്മാവ് ശുദ്ധിയാവണം. അതിനെന്തു വേണം? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക തന്നെ വേണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്? എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 1,40,000-ഓളം വരുന്ന സ്വഹാബികൾ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് ഉണ്ടായിരുന്നു. ആ സ്വഹാബികളിൽ മിക്ക ആളുകളുടെയും ചരിത്രം ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മറ്റേതെങ്കിലും ഒരു മതത്തിൽ ഇങ്ങനെ അനുയായികളുടെ ചരിത്രം
രേഖപ്പെടുത്തപ്പെട്ടതായി ഉണ്ടോ? ഒരിക്കലും കാണാൻ സാധ്യമല്ല. ഇവിടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ ചരിത്രങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മുതഅല്ലിമുകൾക്കറിയാം അൽ ഇസാബ ഫീ തംമീസ് സ്വഹാബ, അതുപോലെ ഉസുദുൽ ഗാബ, ഇങ്ങനെ തുടങ്ങിയ കിതാബുകൾ നിരവധിയുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സഹാബിയും എപ്പോൾ ജനിച്ചു, എത്ര കൊല്ലം ജീവിച്ചു, അവരെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു, അവർ ഇസ്ലാം മതത്തിൽ എപ്പോൾ കടന്നു വന്നു, അങ്ങനെ തുടങ്ങി മുഴുവൻ ചരിത്രങ്ങളും 313 മുർസ് ബദരീങ്ങളുടേത് മാത്രമല്ല, അല്ലാത്ത സഹാബികളുടേതും ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വന്ന് റഈസുൽ സാഹിദീൻ, റഈസുൽ ഔലിയാഇ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള താബിഈങ്ങളുടെ ചരിത്രങ്ങളും ഇവിടെ രേഖയിലുണ്ട്. അതിനുശേഷം വന്ന് അൽ അഇമ്മത്തുൽ അർബഅ, ഏറ്റവും വലിയ മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകൾ. ആ ഇമാമുകൾ വുളുവിന്റെയും നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും മസ്അലകൾ പറഞ്ഞു തന്നവർ മാത്രമല്ല കേട്ടോ. വഖദ് ഖത്തബ ശാഫിഈ ഫി ആഖിരി ഹയാതിഹി, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവസാനം ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഖുതുബ് എന്ന് പറയുന്ന സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വലിയ ഖുതുബാണ് ഷാഫി ഇമാം. ആ ഷാഫി ഇമാമാവട്ടെ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളെ സംബന്ധിച്ച് കുല്ലു മൻ തഹ്ത അദീമിസ് സമായി ബഅദ അബീ ഹനീഫത ഫഹും ഇയാലുഹു, അബൂ ഹനീഫയുടെ ശേഷം ഇവിടെ വന്ന പണ്ഡിതന്മാര് മുഴുവനും അവിടുത്തെ ശിഷ്യന്മാരാണെന്ന് പ്രഖ്യാപിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യരാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാമിനെ ഷാഫി ഇമാം കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, നിങ്ങൾക്ക് താരീഖ് ബഗ്ദാദും താരീഖ് ദിമിഷ്കും പോലുള്ള കിതാബുകൾ എടുത്തു നോക്കിയാൽ കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലായിരുന്ന കാലത്ത് എല്ലാ ദിവസവും അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഷാഫി ഇമാം പോകുമായിരുന്നു. മാത്രമല്ല പ്രത്യേകം ഷാഫി ഇമാം പറയുകയാണ്, എനിക്ക് വല്ല വിഷമങ്ങളും നേരിടുകയോ പ്രത്യേകം ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമുണ്ടാവുകയോ ചെയ്താൽ ഞാൻ ഒളുവെടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ഇമാം അബൂ ഹനീഫയുടെ ഖബറിന്റെ അടുത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് സിയാറത്ത് ചെയ്ത് മടങ്ങുമ്പോൾ എന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി കിട്ടും എന്ന് ആഗോള പ്രശസ്തനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ആ ഇമാമുകളോട് ആരാണെന്നറിയുമോ? കുത്തുബുകളാണ്, ഔസുകളാണ്, വലിയ മഹാന്മാരാണ്. അഖീദയെ സംബന്ധിച്ച് അഖീദയിൽ അവർ എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകൾ ചിന്തിക്കണം, അങ്ങനെ 4 മദ്ഹബിന്റെ ഇമാമുകൾ ഇവിടെ ആവശ്യമായ മുഴുവൻ മസ്അലകളും പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കി സാധുക്കളായ നമുക്ക് തന്നു, നമുക്ക് രേഖപ്പെടുത്തി തന്നു അവരുടെ ശിഷ്യന്മാർ. ആ രേഖകൾ നോക്കി ഇന്നും നമുക്ക് ജീവിക്കാം, നമ്മുടെ മസ്അലകൾ പറയാം, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാം. ഒരു വലിയ പണക്കാരനാണ്, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദിച്ച ആ മനുഷ്യന്റെ സമ്പത്ത് ഓഹരി ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. അതിന് നിങ്ങൾ അഡ്വക്കറ്റുമാരുടെ അടുക്കൽ പോകണ്ട, നിങ്ങൾ വേറെ ഒരു വിദഗ്ധന്റെ അടുക്കൽ പോകാനില്ല. ജാമിയ സഅദിയയിലെ ഒരു മുതഅല്ലിമിനെ വിളിച്ച്, നല്ല മഹല്ലി ഓതിയ ഒരു മുതഅല്ലിമിനെ വിളിച്ച് ചോദിച്ചാൽ
അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നിന്ന നൃത്തത്തിൽ കണക്ക് കൂട്ടിയിട്ട് ഇയാൾക്ക് ഇത്ര മക്കളുണ്ട്, ഇന്ന മക്കൾക്ക് ഇത്രയുണ്ട് എന്ന് പറയാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇവിടുത്തെ അലിമീങ്ങളോട് ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. അവര് വലിയ കണക്ക് പഠിച്ച ആളുകളാവണമെന്നില്ല, ഞങ്ങൾക്ക് ഈ കണക്കുകളൊക്കെ നല്ലപോലെ അറിയാം. അങ്ങനെ ഇവിടെ ദീനിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളും മഹാന്മാരായ പണ്ഡിതർ രേഖപ്പെടുത്തി. അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട പ്രഗത്ഭരായ സ്വഹാബികൾ, അവരുടെ അനുയായികളായ താബിഉകൾ, അവരുടെ ശേഷം വന്ന അയിമ്മത്ത് മുജ്തഹിദുകൾ, അതിനുശേഷം വന്ന മഹാന്മാരായ ആരിഫുകൾ, ഔലിയാക്കൾ. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സിർറുൽ അസ്റാർ എന്ന കിതാബിൽ പറയുന്നു, ഇവിടെ സൂഫിയാണ്, സൂഫി വര്യനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന പലരും ഉണ്ട്. ആ പലരും യഥാർത്ഥത്തിൽ സൂഫി വര്യന്മാരല്ല. ആര് പറയുന്നു? ബഹുമാനപ്പെട്ട ഗൗസുൽ അളം തങ്ങൾ തന്റെ സിറുൽ അസ്റാറിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ കാലത്തുള്ള 12 വിഭാഗമാണ് അക്കാലത്ത് സൂഫികൾ എന്ന പേരിൽ ആളുകൾ വിളിച്ചു പറയാറുള്ളത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതിൽ നിന്ന് വൽ വാഹിദു മിൻഹും അഹ്ലുൽ ഹഖി വഹും സുന്നിയ്യൂന വഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ യുവാഫിഖു ഖൗലുഹും വഫിഅലുഹും അശ്ശരീഅ. ഉണ്ടോ? ഓതുല്ലാഹം പറയുന്നു, തസവ്വുഫ് സൂഫി എന്നെല്ലാം പറഞ്ഞാൽ അത് ശരിയായ സൂഫിയാരാണ്, ശരിയായ തസവ്വുഫിന്റെ അഹ്ലുകാരാണ്, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. അവരുടെ വിശ്വാസവും അവരുടെ പ്രവർത്തനവും ശരീഅത്തിനോട് ശരിക്ക് യോജിച്ചു വരും. വമാ വറാഅ ദാലിക, അതിന്റെ അപ്പുറമുള്ളവർ മുഴുവനും ബിദ്അയ്യൂന, അവർ ബിദ്അത്തുകാരാണ് എന്ന് ഗൗസുൽ അഅ്ലം തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്നാൽ അത് ഒരു കെട്ടുകഥയുടെ പ്രസ്ഥാനമല്ല, ഏതെങ്കിലും ഖുറാഫാത്തുകൾ തേടിപ്പിടിച്ചുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമല്ല. മറിച്ച് പ്രഗത്ഭരായ സ്വഹാബാക്കളിൽ നിന്ന്, താബിഉകളിൽ നിന്ന്, അയിമ്മത്ത് മുജ്തഹിദുകളിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന്, ആരിഫീകളിൽ നിന്ന് കാര്യം ഗ്രഹിച്ച് മനസ്സിലാക്കി ഇവിടെ പ്രവർത്തിക്കുന്ന അതേ ഹക്കായ മാർഗമാണ്. അതിവിടെ മുറുകെ പിടിച്ചേ പറ്റൂ. അവരെ നാം മനസ്സിലാക്കണം. വിദ്യാർത്ഥികാർ വന്ന് വലിയ വലിയ പുതിയ പദ്ധതി ഉണ്ടാക്കി അതിലൊന്നും പെട്ടുപോകണ്ട. നേരത്തെ കൂറ്റമ്പാറ പറഞ്ഞ ഉദാഹരണം കേട്ടില്ലേ നിങ്ങൾ? ക്ലോസറ്റിൽ വെള്ളം പോലെ എപ്പം നോക്കിയാലും ഒരേ കണക്കിൽ. അത് വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ് പറഞ്ഞ ഉദാഹരണം. വലിയ ആളുകളായി ഇങ്ങോട്ട് വന്നു, പക്ഷെ അവിടെ കിടക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് പൊന്താൻ അവർക്ക് കഴിയില്ല. ജനങ്ങളിടയിൽ ഒരു പത്രമുണ്ട്, ആ പത്രം കൊണ്ട് എഴുതി കളവ് എഴുതി പ്രചരിപ്പിച്ച് കുറച്ചു ദിവസം ആളുകളൊക്കെ വിതരയാക്കാനും അവരെ ഈമാൻ തെറ്റിക്കാനും കഴിയും. ഇതല്ലാതെ വേറെ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല, നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താണ് ചെയ്തത്? എന്താണ് ദീനിന് ഇവിടെ ചെയ്തത്? അവരൊന്ന് പറയട്ടെ. ഈ പത്രത്തിലൂടെ കളവ് എഴുതി മനുഷ്യന്റെ ഈമാൻ തെറ്റിക്കുകയല്ലാതെ എന്താണ് അവർക്ക് സാധിച്ചിട്ടുള്ളത്? ഒരിക്കലും സാധിച്ചിട്ടില്ല. കാരണം അവരുടെ കയ്യിൽ മുതലില്ല, കൈവശത്തിലൊന്നുമില്ലാതെ വെറും കബളിപ്പുമായി വന്നതായതുകൊണ്ട് അവർക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. സുന്നത്തിയമായിട്ട് നോക്കൂ, 1400 കൊല്ലം കഴിഞ്ഞിട്ട് എവിടെയാണ് സുന്നത്തിയമായിട്ട് തരം താഴ്ന്നു പോയോ? ഇല്ല, അത് പൊന്തി പൊന്തി തന്നെ വരികയാണ്. ഞാൻ ഓർക്കുകയാണ്,
അൽഹംദുലില്ലാ, ഒരു വലിയ ആലിമ് എന്നോട് ഇപ്പോൾ പറഞ്ഞു, മക്കയിൽ പോയപ്പോൾ, അജബൻ യാ ശൈഖ് അബീബക്കർ, കൈഫ സമ്മയ്ത മർകസു സഖാഫത്തി സുന്നിയ്യ വലം തുസന്നി അൽ ഇസ്ലാമിയ്യ. ഓ ഹല്ലും മിൻ ഹുലൂദിക്. പണ്ട് 37 കൊല്ലം മുമ്പ് മർകസു സഖാഫത്തി സുന്നിയ്യ എന്നെന്തിനാ പേര് വെക്കുന്നത് എന്ന് ചോദിച്ച ചിലരുണ്ടായിരുന്നു. സൗദിയിലെ ഏറ്റവും വലിയൊരു പണ്ഡിതനോട് പറയുന്നു, അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്ത ഗുണത്തിൽപ്പെട്ടതാണ് ഈ 37 കൊല്ലം മുമ്പ് സുന്നി എന്ന് പേര് വെക്കാൻ തോന്നിപ്പിച്ചു തന്നത്. കാരണം ഇന്ന് ലോകത്ത് പിടിക്കപ്പെടുന്ന മുഴുവൻ ടെററിസ്റ്റുകൾ, മുഴുവൻ ഭീകരവാദികൾ സുന്നിയല്ലാത്തവരാണ്. സുന്നികൾ എവിടെയും ഭീകരവാദികളായിട്ടില്ല, തീവ്രവാദികളായിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ ഒരൊറ്റ കുട്ടിക്ക് പോലും സാധിക്കുകയുമില്ല. എവിടെയാണ് സുന്നികൾ തീവ്രവാദികളായത്? എവിടെയാണ് സുന്നികൾ അക്രമം ചെയ്തത്? ഒരു സ്ഥലത്തും സുന്നികൾ അക്രമം ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്തും സുന്നികൾ ഭീകരവാദം ഉന്നയിച്ചിട്ടില്ല. സമാധാനികളാണ്. പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റിനോടും ഇവിടുത്തെ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, സുന്നികളുടെ സമാധാനവും അച്ചടക്കവും കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഞങ്ങൾ ഭീരുക്കളായതുകൊണ്ടാണ് എന്നാരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ഞങ്ങൾ ഭീരുക്കളല്ല, പക്ഷേ ഞങ്ങൾ സമാധാന കാംക്ഷികളാണ്. ഇത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് SYSന്റെ ലക്ഷ്യം, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇവിടെ പ്രാക്ടിക്കലായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ, ജനസഞ്ചയത്തെ സൃഷ്ടിച്ചെടുക്കലാണ്. അതിനെ വളർത്തിയെടുക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആ കഴിവുകൊണ്ട് നാം പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കർമ്മനിരതരാവണം. നിങ്ങൾ പ്രാക്ടിക്കലായി നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. വെറും പ്രസംഗം പോരാ, എഴുത്ത് പോരാ, എല്ലാം വേണം. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ പ്രവർത്തനങ്ങളും നടക്കുന്നതിന്റെ ഇടയിൽ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ ഫിത്നയിൽ നിന്നും ഫസാദിൽ നിന്നും നമ്മുടെ സമുദായത്തെയും നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ പള്ളികളെയും എല്ലാം രക്ഷിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങൾ രംഗത്തിറങ്ങി പ്രവർത്തിക്കുക. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ഞാൻ ആദ്യം ഉണർത്തിയതുപോലെ നമ്മുടെ ഭൗതികമായ ജീവിതം സുഖമാക്കി തീർക്കുന്നതിന് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഈമാനും തഖ്വയും അത് നിലനിർത്തി അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നീട്ടിപ്പറയുന്നില്ല. ശത്രുക്കൾ എപ്പോഴും ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്ത് എത്രയെത്ര മുഅ്ജിസത്തുകളാണ് ഉണ്ടായത്, എത്രയെത്ര മുഅ്ജിസത്തുകളാണ് ഉണ്ടായത്. ഒരിക്കൽ വെള്ളമില്ല, വേഗം ഒരു പാത്രം എടുക്കാൻ പറഞ്ഞു. അവിടുത്തെ 2 കൈവിരൽ ഇങ്ങനെ അതിൽ വെച്ചു കൊടുത്തു. വെള്ളമെങ്ങനെ ഉറുകുപൊട്ടി വന്നു. എത്രയോ ആളുകൾ അതിൽ നിന്ന് കുടിച്ചു. വെള്ളിയാഴ്ച ഖുതുബയിൽ നിങ്ങൾ കേൾക്കുന്നതാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈവിരലിൽ നിന്ന് വെള്ളം ഉറകുപൊട്ടി ഒലിച്ചു എന്ന്. ഇത് മുഅ്ജിസത്തല്ലേ? വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇൻ നബിയിൽ മുത്തബഅ. സംസം വെള്ളത്തെക്കാളും എല്ലാ വെള്ളത്തെക്കാളും ശ്രേഷ്ഠതയുള്ള വെള്ളം അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈവിരലിൽ നിന്ന് വന്ന വെള്ളമാണ്. ഇതവിടത്തെ മുഅ്ജിസത്ത് കാണിച്ചു. എന്നിട്ട് ശത്രുക്കളില്ലേ? ഉണ്ടായി. ജയറാനത്ത് എന്ന സ്ഥലത്ത് ചെന്നു, അവിടെ വെള്ളമില്ല. വേഗം അവിടുത്തെ കൈവിരലൊന്നിങ്ങനെ ഭൂമിയിൽ കുത്തി. വെള്ളം അതാ വരുന്നു, ശക്തിയായി വെള്ളം വരുന്നു.
ആ വെള്ളം ഇന്നും ജഅറാനത്തിലുണ്ട്, അവിടെ നിന്നുപോയിട്ടില്ല. ഇത് മുഅ്ജിസത്താണ്. ഇത് കണ്ടിട്ട് ആളുകൾ ശത്രുക്കൾ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. അതിന് ശത്രുക്കൾ എന്നും ഉണ്ടാകും. അതിന് ആരും അതിൽ നിന്ന് പിന്നോട്ട് പേടിച്ച് ഓടിപ്പോകണ്ട. പിന്നെ എത്ര മുഅ്ജിസത്ത് പറയാൻ സമയമില്ല. പേരോട് സഖാഫിയുടെയും മറ്റു പലരുടെയും പ്രസംഗനിയുണ്ട്. ഞാൻ നിർത്തുന്നു. ഞാൻ തന്നെ പറഞ്ഞിട്ട് പലപ്പോഴും നിങ്ങൾ കേട്ട് കാണും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിൽ മിമ്പറിൽ കയറി ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമില്ലാതെ വിഷമിച്ച് ജനങ്ങളെല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയം അല്ലാഹുവിന്റെ ഹബീബ് ഖുത്ബ ഓതുന്നു. ആ സമയത്താണ് ഒരു സഹാബി വന്നിട്ട് അത്തൈനാക വൽ അദ്റാഉ തുദ്മി ലബാനഹാ വഖദ് ശുഗിലത് ഉമ്മുസ്തബി അനിത്ഫലി وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يحلي فما كان مما يأكل الناس عندنا سوى الحظ للعاه والعلهز الفشلي. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, ഓ പുന്നാര നബിയെ, മഴയില്ലാതെ കണ്ട് വിഷമിച്ച് സ്ത്രീകളതാ മുല കൊടുക്കുന്ന സ്ത്രീകൾക്ക് വെള്ളം കുടിക്കാത്തത് കൊണ്ട് മുലപ്പാലിന് പകരം രക്തം വരുന്നു നബിയെ. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാട് കൊടുക്കാനില്ല. മൃഗങ്ങളൊക്കെ ചത്തു തുടങ്ങി. എല്ലാ ചെടികളും ഉണങ്ങി. ആട്ടങ്ങ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് വേഗത്തിൽ ഉണങ്ങാത്തതാണ്. അതല്ലാത്ത എല്ലാം ഉണങ്ങിപ്പോയി നബിയേ. മഴയില്ല നബിയേ, ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതാ സഹാബികൾ പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾക്ക് മഴയില്ല. فليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. ഞങ്ങൾക്ക് എവിടേക്ക് പോകാനാണ്? ഞങ്ങൾക്ക് വെള്ളമില്ല. വെള്ളമില്ലാതെ വന്നാൽ ഞങ്ങളെവിടേക്ക് ഓടിപ്പോകാൻ ഒരു സ്ഥലവുമില്ല. തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് വരാനില്ല. വൈന ഫിറാറുന്നാസി ഇല്ലാ ഇലാ റുസുലി. മനുഷ്യന്മാർ അവരുടെ വിഷമഘട്ടത്തിൽ മുർസലീങ്ങളിലേക്കല്ലാതെ എവിടേക്കാണ് ഓടിപ്പോവുക നബിയേ? സഹോദരങ്ങളെ, മുർസലീങ്ങളെ അടുക്കലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞാൽ ശിർക്കായി പോകുമെന്ന് ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനക്കാര് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പറയുന്നു, ഫലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് എവിടേക്കും ഓടിപ്പോകാൻ സ്ഥലമില്ല. فأين فرار الناس إلا إلى الرسل. മനുഷ്യന്മാര് മുർസലീങ്ങളിലേക്കല്ലാതെ എവിടേക്കും ഓടിപ്പോകാനില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം നബിയേ എന്ന് പറഞ്ഞ സമയത്ത് സഹോദരാ, അവിടുത്തെ ശർഫാക്കപ്പെട്ട കൈവിരലുകൊണ്ട് ഒന്നിങ്ങനെ മേലോട്ട് ചൂണ്ടി اللهم اسقنا الغيث ولا تجعلنا من القانتين. ഈ കൈവിരൽ ചൂണ്ടിയപ്പോൾ ഏഴാമത്തെ ആകാശം വരെ അവിടെ ഒരു ഓട്ടയുണ്ടായി. അതാണ് മദീനത്തെ അൽ ഖുബ്ബത്തുൽ ഖദറാ എന്ന പച്ച കുബ്ബയുടെ മുകളിൽ ഒരു ചെറിയ ഓട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ആ ഓട്ട അതാണ് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് കൈവിരൽ ചൂണ്ടിയപ്പോൾ ഉണ്ടായ ഓട്ടന്റെ അടയാളമാണ് ഇന്നും ആ കൊബ്ബയിൽ വച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് മഴ വേണം, ഒരൊറ്റ വാക്ക്, മഴ പെയ്തു പോയി. നിസ്കാരത്തിന് മഴ, ഖുത്ബയിൽ മഴ, മടങ്ങിപ്പോകുമ്പോൾ മഴ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു വാങ്ങിയ മഴയായതുകൊണ്ട് ഈ ഹബീബ് തന്നെ നിർത്താൻ പറഞ്ഞാലേ അല്ലാഹു നിർത്തുള്ളൂ. ആ നിലക്ക് മഴയങ്ങ് തുടർന്നു. അടുത്ത വെള്ളിയാഴ്ച ആയപ്പോൾ വരുന്നു ഒരു സഹാബി. എന്താണ്? റോഡൊക്കെ മുറിഞ്ഞു പോയി നബിയെ, വെള്ളം വർദ്ധിച്ച് ഒലിച്ച് എല്ലാ മൃഗങ്ങളും ഒലിച്ചു പോകാൻ തുടങ്ങി, റോഡുകൾ മുറിഞ്ഞു പോകാൻ തുടങ്ങി, വളരെ വിഷമത്തിലാണ്. അതുകൊണ്ട് മഴയൊന്ന് നിർത്തിത്തരണം. ഉടനെ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങൾക്ക് ഇവിടെ മഴ വേണ്ട, ഞങ്ങളെ ചുറ്റുഭാഗത്ത് മഴ മതി എന്ന് പറഞ്ഞു. നിന്നുപോയി മഴ. ഇങ്ങനെയുള്ള 100 മുഅ്ജിസത്തുകൾ കാണിച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും എതിരാളികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യുവാക്കളെ, സഫ്വ അംഗങ്ങളെ, മറ്റ് പ്രവർത്തകരെ, നിങ്ങൾ ശത്രുക്കളുണ്ടായതുകൊണ്ട് പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ല. ശത്രുക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഇമ്പാച്ചികൾ കൊണ്ട് ഞങ്ങൾ പിന്മാറുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഒരിക്കലും മാറുകയില്ല. നിങ്ങളെ ഞങ്ങൾ ശരിക്ക് പഠിപ്പിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. ഈ കുതന്ത്രം അത് മാറ്റിവെക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ദീനാണ്, ആ ദീനിനെ തൊട്ട് കളിക്കണ്ട. അത് കളിച്ചാൽ നിങ്ങൾക്ക് അബദ്ധമാണ്, അപകടമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചു പോകണ്ട, ഒരിക്കലും നമ്മൾ കിബിർ കാണിച്ചു പോകണ്ട, ഒരിക്കലും നമ്മൾ അക്രമത്തിലേക്ക് പോകാൻ പാടില്ല. ഒരിക്കലും നാം അക്രമത്തിനോ അനീതിക്കോ പോകാൻ പാടില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ആ ദുആ കൊണ്ട് തന്നെ ശത്രുക്കൾ പഠിക്കും, സംശയം വേണ്ട. ആ പഠനം നമുക്ക് കാണാം. ഇതുവരെ അല്ലാഹു തആല കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയും റബ്ബുൽ ഇസ്സത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല പ്രവർത്തന രംഗത്തിറങ്ങി പ്രവർത്തിക്കുക. നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ സമുദായത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സമ്മേളനം 60ാം വാർഷിക സമ്മേളനം അല്ല ഇത്. ആ 60ാം വാർഷിക സമ്മേളനത്തിന്റെ ഹൈവേ മാർച്ചിന്റെ സമാപനമാണ്. അപ്പൊ എന്തായിരിക്കും 60ാം വാർഷിക സമ്മേളനം നിങ്ങളൊന്ന് കൂട്ടിയാൽ മതി. അതുകൊണ്ട് എല്ലാവരും മാർച്ച് 1-ാം തീയതി മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എടരിക്കോട് താജുൽ ഉലമ തങ്ങളുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ആ നഗറിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ സമ്മേളനത്തിന് ഒരുപാട് സാമ്പത്തികമായ ചുറ്റുപാടുകളുണ്ട് എന്ന് അറിയാം. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സമ്പന്നന്മാരും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ മുതഅല്ലിമീങ്ങളും മുദർരിസുമാരും എളിയ പ്രവർത്തകരുമാണ്. ഞങ്ങൾക്ക് നിങ്ങളൊക്കെ സഹായിക്കണമേ, സാമ്പത്തികമായും സഹായിക്കണമേ, അല്ലാത്ത സഹായവും നൽകണമേ എന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ട് ഞാൻ നിർത്തുന്നു. അർഹമുർ-റഹീമായ അല്ലാഹ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ദറജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ ദറജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിന്റെയും ഹംസ ഉസ്താദിന്റെയും എല്ലാ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അവർക്ക് ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളെ ആലിമീങ്ങളിൽ രോഗമായിട്ടുള്ള എല്ലാ ആളുകളുടെയും രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും അതിഭയങ്കരമായ വിഷമമുള്ള രോഗത്തെ തൊട്ട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ശത്രുക്കളെ ശർറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല. നീയാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടവൻ, നീയാണ് ഞങ്ങളെ സഹായിക്കുന്നവൻ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. എല്ലാ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെയും നീ അവരുടെ നെഞ്ചിലേക്ക് തന്നെ മടക്കിക്കൊടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. اللهم ما قضيت لنا من أمر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأصوبها فإنك على كل شيء قدير وبالإجابة جدير. اللهم إن القوم الذين أنت أعلم بهم في مكرهم وخديعتهم وخيانتهم وجمعهم وعنادهم اللهم اجعل تدميرهم في تدبيرهم يا جبار يا قهار يا جبار يا قهار. اللهم اجعل تدبيرهم تدميرا، اللهم اجعل تدبيرهم تدميرا، اللهم اجعل تدبيرهم تدميرا. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم شتت شملهم، اللهم فرق جمعهم، اللهم فل حدهم وأقلل عددهم، اللهم خرب تدبيرهم. اللهم انصرنا عليهم يا خير الناصرين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. الحمد لله. നമ്മുടെ മുക്കി ഇബ്രാഹിം ഹാജി നമ്മുടെ സമ്മേളനത്തിലേക്ക് 1,00,000 ഉറുപ്പിക സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. പിന്നെ